ഹലോ ഗേസ്, നമ്മുടെ കർക്കിടകത്തിൽ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി തോരനാണ് കേട്ടോ പത്തില തോരന്. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള പത്തില തോരൻ ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് കർക്കിടകത്തിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കഴിച്ചിരിക്കേണ്ട ഒരു അടിപൊളി തോരനാണ് പത്തില തോരന്. അപ്പോൾ ഞാൻ പത്തില തോരൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കുറച്ച് പത്തിലൊക്കെ പറിച്ചെടുക്കട്ടെ. അപ്പോൾ എന്തൊക്കെയാണ് പത്തില അതൊക്കെ നമുക്ക് പറിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിതാ തൊടിയിലേക്ക് പത്തല പറിച്ചെടുക്കാൻ വേണ്ടി വന്നതാണ്. ആദ്യം നമുക്ക് മത്തൻ്റെ ഇല എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇത് മത്തൻ്റെ ഇല എന്നാണ് തോന്നുന്നത്. നമുക്ക് മത്തൻ്റെ ഇല ഒരു 2-3 മതിയെ. ഒക്കെ വളരെ കുറച്ച് മാത്രമേ പറിച്ചെടുക്കുന്നുള്ളൂ. കാരണം മൊത്തത്തിൽ എല്ലാ ഇലയും കൂടെ കൂടുമ്പോൾ കുറേ ഇലയായി മാറുക. പിന്നെ ഇത് സാമ്പാർ ചീരയാണ്. അതിൽ നിന്ന് കുറച്ച് നുള്ളി എടുക്കുന്നുണ്ട്. ചേമ്പിൻ്റെ നല്ല ഇളയ ഇലാണ്. ഇതിന്ന് ഒരു 2-3 കൂടെ ഞാൻ പറിച്ചെടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരു 3 ഐറ്റംസ് ആയിട്ടുള്ള. ഇനി നമുക്ക് അടുത്ത് പറിക്കാനുള്ളത് കോവയ്ക്കാണ്. കോവയ്ക്കൻ്റെ ഇലമ്മൽ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലത് മാത്രമേ ഞാൻ നോക്കിയെടുക്കുന്നുള്ളൂ. അതിനൊരു വൈറ്റ് കളറൊക്കെയാണ്. അതിതാ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ പൂബിബണ് പത്തില പറിക്കാൻ വന്നതാണ്. ഇനി നമുക്ക് പറിക്കാനുള്ളത് ചേനയാണ്. ചേനൻ്റെ ഇല ഒരു 2-3 ദിവസം മുന്നേ വിരിഞ്ഞതാണ് കേട്ടോ. നല്ല കൂമ്പുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. പക്ഷെ നമുക്ക് ഇളയത് നോക്കിയെടുക്കട്ടോ. കത്തി വെച്ച് കട്ട് ചെയ്യട്ടെ. കൈ കൊണ്ട് പറിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ കത്തിയൊക്കെ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ പറിച്ചെടുക്കാനുള്ളത് പച്ചച്ചീര ഉണ്ട്. ചുവന്ന ചീര പറിച്ചിട്ടുണ്ട് കേട്ടോ. അത് കണ്ടിട്ടില്ല. പൂവൊക്കെ ഉണ്ടായി കഴിഞ്ഞതാണ് കേട്ടോ പച്ചച്ചീരൻ്റെ. പിന്നെ നമ്മുടെ മെയിൻ താറാണ് കേട്ടോ കൊടുത്തുക. അതിൻ്റെ ഇല തൊടാണ്ട് തണ്ട് പറിച്ചെടുക്കട്ടോ. എന്നിട്ട് നമ്മുടെ ഇലയൊക്കെ തണ്ടൊക്കെ ഒഴിവാക്കുക. ഇല മാത്രമേ എടുക്കുള്ളൂ. അത് വളരെ കുറച്ച് മാത്രമേ എടുക്കുള്ളൂ. ഇത് പൊന്നാങ്കണ്ണിയാണ് കേട്ടോ. 2 ദിവസം മുന്നേ കൊണ്ടുവച്ചതേന്ന് കേട്ടോ. വെള്ളത്തിലിട്ടച്ചതാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ മഴ തുടങ്ങി കേട്ടോ. പിന്നെ ഉള്ളത് മുളകിൻ്റെ ഇലയാണ് കേട്ടോ. ഇത് കാന്താരിൻ്റെ ഇലയാണ്. നമ്മൾ കുറച്ച് ഇതിൻ്റെ കൂടെ കാന്താരിയും പറിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ തോരലിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കാന്താരിൻ്റെ ഇലയും മുളകും എല്ലാം അതാ പറിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് മുളക് മതി. അതാ നമ്മളെ പത്തലെല്ലാം തികച്ചു റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നല്ല വാഷ് ചെയ്ത് കൊണ്ടുവന്നേ. ഇനി 2-3 വെള്ളത്തിൽ വാഷ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ചേമ്പിൻ്റെ ഇത് നല്ലോണം വിടർത്തിയിട്ട് ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ പുഴുവൊക്കെ ഉണ്ടാവേ. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള 10 ഇല എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത മുളകിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളച്ചീര ഉണ്ട്, കോവയ്ക്കുണ്ട്, സാമ്പാർ ചീര ഉണ്ട്, മത്തൻ്റെ ഇല. അങ്ങനെ ഈ പ്ലേറ്റിൽ ടോട്ടൽ 5 ലീഫായ. ഇനി ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് ഒരു 5 മാറ്റി വെച്ചിട്ടുണ്ട്. അതിലുള്ളത് ഇവിടെ കൊടുത്തുവാണ്. പിന്നെ ചേനൻ്റെ ഇല ഉണ്ട്, അതുപോലെ പൊന്നാങ്കണ്ണി ഉണ്ട്,
നമ്മുടെ ചേമ്പിൻ്റെ ഇല ഉണ്ട്, റെഡ് ചീര ഉണ്ട്. ഇങ്ങനെ ടോട്ടൽ 10 ഇനി ആദ്യം ഇതൊക്കെ ഒന്നിച്ച് അരിഞ്ഞെടുക്കുക. ഞാൻ കൗണ്ടർ ടോപ്പും കൂടി വെച്ചിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. കൗണ്ടർ ടോപ്പൊക്കെ നന്നായി വാഷ് ചെയ്തത് തന്നെ. അപ്പോൾ എല്ലാ ഇലയും കൂടെ ഒന്നിച്ചാണ് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമ്മളിത് ഇലക്ക അരിഞ്ഞെടുത്ത് ഞാനൊരു പ്ലേറ്റിലേക്കൊക്കെ മാറ്റുകയാണ്. നമ്മൾ മുറിച്ചെടുത്ത നമ്മുടെ ഇലേൻ്റെ ഫൈനൽ ലുക്കൊന്ന് കാണണ്ടേ, അതാണ് കേട്ടോ അത്. പിന്നെ കാന്താരി ഇതിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ ഒരു കാമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 3 ചുള കൊച്ചുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ ഞാൻ കാന്താരി ഇങ്ങോട്ട് മാറ്റി വെച്ചു, ഒന്ന് ചതച്ചിട്ടിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ തോരൻ തയ്യാറാക്കാൻ പോവാൻ ഞാൻ ഗ്യാസെല്ലാം കത്തിച്ച് ഒരു പാൻ അടുപ്പത്ത് വെച്ചു. പാൻ ഒന്ന് ചെറിയ ചൂടായാൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്തു. അതേപോലെ തന്നെ ചെറിയൊരു സ്പൂണിന് ഞാൻ നെയ്യാണ് എടുത്തിട്ടുള്ളത്, മിൽമൻ്റെ നെയ്യാണ്. ഇനി നെയ്യ് താല്പര്യമില്ലാത്തവർക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇപ്പോൾ ഞാൻ കർക്കിടക ആയതുകൊണ്ടാണ് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, കാരണം നമ്മുടെ ഹെൽത്ത് നമ്മൾ നോക്കണം. അപ്പോൾ 1 സ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അരിഞ്ഞ് വെച്ച നമ്മുടെ ഇലകളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇനി അതിലേക്ക് ഉള്ളി നീളത്തിലാണ് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു പിടി തേങ്ങ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കാന്താരി ഒന്ന് ചതച്ചിട്ടുണ്ട് കേട്ടോ, അതാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുക. നമ്മളിതിൽ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞു ഞാനിതാ മറിച്ചിട്ട് കൊടുക്കാൻ. ഇത് പെട്ടെന്ന് വേവ് കിട്ടോ. ഏകദേശം നമ്മുടെ തോരൻ ഇത് ഹാഫ് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടച്ച് വെക്കാണ്ടാണ് വേവിച്ചെടുക്കുന്നത്. അങ്ങനെ ഇതാ ഫൈനലായിട്ട് നമ്മുടെ തോരനെല്ലാം വെന്തു. ഇനി ഞാൻ ഗ്യാസെല്ലാം ഓഫാക്കി വെച്ച് ഇനി നമ്മൾ ഒരു സെർവിങ് ബൗളിലേക്ക് ഇത് സെർവ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ കർക്കിടക പത്തിലത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഈ മാസത്തിൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പത്തില തയ്യാറാക്കാൻ അറിയാത്തവർക്ക് എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ.